ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. കാട റോസ്റ്റ് അല്ലെങ്കിൽ കാട കറി അപ്പത്തിനും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് കാട ഇല്ലെങ്കിൽ ചിക്കന് വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ കാടയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും, അതറിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ലൊരു ടേസ്റ്റുമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 കാടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു കാട ഒരു 3-4 സ്ലൈസായിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ് വേണം. അത് ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുക. നല്ല വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ. ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. നമ്മൾ ഈ വെള്ളത്തോട് കൂടിയിട്ടാണ് ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളത്തിൽ തന്നെ ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചേക്കാം. ഇനി ഇത് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കാട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1-1.5 ടേബിൾ സ്പൂണ് സാധാരണ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധാരണ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടിക്കുക, ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് 2 കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെറിയ 2 പീസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 5-6 അല്ലി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പട്ടയും കരിവേപ്പിൻ്റെ ഇലയും എല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതിലേക്ക് ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ സ്ലൈസ് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാള വേറെ തന്നെ ഇങ്ങനെ വിട്ട് കിടക്കുന്ന പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ നല്ല ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഇനി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരണം. ഇത് വഴന്ന് വന്നിട്ട് വേണം നമുക്കിനി തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തക്കാളി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാള വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടില്ല. അപ്പോൾ ആദ്യം സവാള മാത്രം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് മാത്രം തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാളയൊക്കെ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മസാലയിലേക്കും കാട റോസ്റ്റിലേക്കൊക്കെ വേണ്ട ഉപ്പനെ ഒന്നിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലേക്കും വേണ്ടത്. അപ്പോൾ വഴറ്റി വേണ്ടി മാത്രമുള്ളതല്ല, മൊത്തത്തിൽ തന്നെ ഒന്നിച്ചുള്ള ഉപ്പ് ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് വരികയും ചെയ്തോളൂ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 1 മതിയാവും. ചെറുതൊക്കെ ആണെങ്കിൽ ഇതേപോലെ 2 എണ്ണം എടുത്തിട്ട് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. തക്കാളി ചെറുതാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ സ്ലൈസായിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. അത് തന്നെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ അത് മാത്രം മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന കാട ഇട്ട് കൊടുക്കാം. കാട ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയും കാടയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വേണ്ടി പോവാണ്. ഈ കാടയും മസാലയും കൂടിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കാട അതിൽ കിടന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മൂടി വെച്ച് വേവിക്കുന്ന ടൈമിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഈ സവാളയിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇതിപ്പോൾ അത്യാവശ്യം കാട ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല. 5 മിനിറ്റ് കൊണ്ടൊന്നും കാട വെന്ത് കിട്ടില്ല. അപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂണോ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തർക്കും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമല്ല, ചെറിയ ജീരകം. അപ്പോൾ അതിന് വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. എല്ലാവർക്കും അറിയാൻ മതിയാവും. നമ്മൾ ചെറിയ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഫ്ലേവറായിരിക്കും കിട്ടുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ. ഒരു റെസിപ്പിയിൽ ചെറിയ ജീരകം മസ്റ്റാണും താനും. അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ റെസിപ്പിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും മാക്സിമം ചേർക്കുക, എങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കാടഞ്ഞ് ഒന്നും കൂടി നന്നായിട്ട് വേവാനുണ്ട്. അത്യാവശ്യം വെന്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിലിട്ടിട്ട് നമ്മൾ കാട ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ ടൈമിൽ കാട നന്നായിട്ട് വേവുകയും ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക, പാകമാണോ എന്നൊക്കെ നോക്കിയിട്ട്. ഇനി ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുത്താൽ മതി. ആ ടൈമിൽ കാട നന്നായിട്ട് വേവുകയും ചെയ്തോളൂ. നിങ്ങൾക്ക് കുറച്ച് അധികം ഗ്രേവി വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരുപാട് വറ്റിച്ചെടുക്കണ്ട, കുറച്ച് ഗ്രേവി വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. എല്ലാ സൈഡിലൊക്കെ കാടൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കാടയുടെ വേവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു പാകത്തിലാണ് കേട്ടോ വറ്റിച്ചെടുത്തത്. കാരണം നമ്മളിനി ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ഡ്രൈ ആവും. അപ്പോൾ ഇനി നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മിക്സിയിൽ അടിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് നമ്മളിതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളവും ഗ്രേവിയൊക്കെ ആയിട്ട് വന്നോളും. അപ്പോൾ ഇതാ ഞാൻ ഈ അണ്ടിപ്പരിപ്പിയുടെ മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലേക്കും കാടയിലേക്കൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം വീണ്ടും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കാടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും, നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക്